إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ദുൽഹിജ്ജ 30 ഇന്നലെ മാസം കാണാത്തത് കൊണ്ട് ഇന്ന് ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി. നാളെ മുഹറം 1. ഒരു പുതിയ വർഷം അത് നമ്മുടെ ആയുസ്സിലേക്ക് കടന്നു വരികയാണ്. ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊടിഞ്ഞു പോവുകയാണ്. മുഹറം നമുക്ക് ശക്തമായ ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. അള്ളാഹു മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ഹദീസുകളിൽ വന്നത് ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ്. എല്ലാ മാസവും അള്ളാഹുവിൻ്റെത് തന്നെയാണ്. എന്നിട്ടും മുഹറമിനെ കുറിച്ച് റസൂൽ പറഞ്ഞു ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത്. ദിനങ്ങളും നിമിഷങ്ങളും മണിക്കൂറുകളും വർഷങ്ങളുമൊക്കെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവസ്ഥകളൊക്കെ ദുഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മോശമാവുകയാണ്. ഇന്നത്തേക്കാൾ മോശമാകും നാളെ. കാരണം അന്ത്യദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ജീവിക്കണം. ദീന് നിലനിർത്തി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീക്കട്ടയിൽ പിടിക്കുന്നവന്റെ പ്രയാസം അതുപോലെയുള്ള പ്രയാസമായിരിക്കും ദീന് നടപ്പിൽ വരുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. തിന്മകൾ ഇല്ലാതെയാക്കാൻ പോലും തിന്മകൾ കടന്നു വരുന്ന കാല ചിന്തിച്ചു നോക്കി നിങ്ങൾ. തിന്മ, ലഹരി തിന്മയാണ്. ലഹരിക്കെതിരെ ഡാൻസാണ് ചെറിയ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ, ഒരു തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടതെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്, അള്ളാഹ് പറഞ്ഞത്.
ഒരു തിന്മയെപ്പോലും പ്രതിരോധിക്കാൻ മറ്റൊരു തിന്മ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയും മനസ്സും തുറന്നു വെച്ച് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഒരു വേറിട്ട ജീവിതം നയിക്കണം നമ്മൾ. അതിനാഗ്രഹം മാത്രം പോരാ, ചില തിരിച്ചറിവുകൾ, ചില ചിന്തകൾ നിർബന്ധമാണ്. നമ്മുടെ നാട് പുരോഗതി പ്രാപിക്കുകയാണ്. ടെക്നോളജിയും സയൻസും പുരോഗതി പ്രാപിക്കുകയാണ്. ഓരോ നാടുകളും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും ആർജിച്ചെടുക്കുന്ന, അത് ശാസ്ത്രമാവട്ടെ സാങ്കേതിക വിദ്യയാകട്ടെ, അതിലൊക്കെയുള്ള പുരോഗതിയെക്കുറിച്ച് ഓരോ രാജ്യങ്ങളും ഓരോ രാജ്യത്തിന് മുമ്പിൽ വീമ്പ് പറയുന്ന കാലമാണ്. പക്ഷെ എന്താണ് അവസ്ഥ? ഇന്ന് യാദർശികമായി ഞാൻ വായിച്ചൊരു പത്രത്തിൽ ഫ്രണ്ട് പേജിൽ 2 വാർത്ത കണ്ടു. അതിലെ പ്രധാനപ്പെട്ട ഹെഡിങ്, മെയിൻ ഹെഡിങ്, വലിയ വാർത്ത, അത് ചരിത്ര നിമിഷം എന്നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സ്പർശം, ഇന്ത്യൻ തൊടൽ. അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിലെത്തിയ 4 ഇന്ത്യക്കാരെ കുറിച്ചാണ്. ഇത് ഭയങ്കര ലോകരാജ്യങ്ങൾക്ക് മുകളിൽ ഭയങ്കരമായ ഒരു കാര്യമായിട്ടാണ് പത്രങ്ങളൊക്കെ നമ്മൾ പറയുന്ന വെണ്ടക്ക നിരത്താന്നൊക്കെ നമ്മൾ പറയും വലിയ അക്ഷരത്തിൽ ഫ്രണ്ട് പേജിൽ. അതിൻ്റെ നേരത്തായൊരു വാർത്ത വേറുണ്ട് അതേപോലെ, അതേ വാർത്തൻ്റെ താഴെ. അതെന്താണെന്നറിയോ? സ്വന്തം അമ്മയെ കൊന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നാ വാർത്ത. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം അമ്മയെ ക്രൂരമായി മകൻ കൊലപ്പെടുത്തിയിട്ട്, വെറും 50 വയസ്സ് മാത്രമുള്ള ഉമ്മയെ 24-25 വയസ്സുള്ള മകൻ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുകയാണ് സ്വന്തം അമ്മയെ. ആ വാർത്ത ഈ വാർത്തയുടെ താഴെയുള്ളത്. എവിടെയാണ് നമ്മളും നമ്മുടെ ലോകവും രാജ്യവും സാമൂഹിക ചുറ്റുപാടും ഒക്കെ ഉള്ളതെന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലക്ഷ്യം മറക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സൂര്യനും ചന്ദ്രനുമൊക്കെ ഉദിച്ചും അസ്തമിച്ചും ദിവസങ്ങളും ദിനങ്ങളും മാസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകും. ആഘോഷമല്ല വേണ്ടത്. ഒരു പുതുവർഷത്തിൽ ആഘോഷമല്ലല്ലോ, മറിച്ച് നെടുവീർപ്പുകൾ വേണം, ചിന്തകൾ വേണം. മുഹറം ഒന്നും സാധാരണ ആരും ആഘോഷിക്കാറില്ല. കാരണം മുസ്ലിമിന്റെ പുതുവർഷമാണ് മുഹറം 1. മുസ്ലിമിന്റെ പുതുവർഷമാണ് മുഹറം 1. ആഘോഷിക്കാറൊന്നുമില്ല. നമ്മൾ ആയുസ്സുമായി ബന്ധം ഇതിനാ. നമുക്ക് 63 വയസ്സ് പടച്ച് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ 63 വർഷം എന്ന് പറയണത് അത് ജനുവരിയും ഫെബ്രുവരിയും ഒന്നുമല്ല, അത് ക്രിസ്തുവർഷമല്ല. നിശ്ചയിച്ച ആയുസ് അത് അറബി മാസ, അത് മുഹറം സഫറൊക്കെയാണ്. അതിന് ഇത്ര ധൈര്യം ഉണ്ടാവില്ല. 31, 30 ചില മാസം ഉണ്ടാവുള്ളൂ, കൂടുതലും 29 ആയിരിക്കും. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ആയുസ് അത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. പല കാര്യങ്ങളും അങ്ങനെയാണ്. പ്രവർത്തനങ്ങളില്ലാതെ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. നമ്മൾ പലതും കേട്ടപ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഖുർആൻ പഠനത്തിനെ പറ്റി, ഖുർആൻ ക്ലാസ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പോകണം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കും. പക്ഷെ കഴിയുന്നില്ല. ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. പോണമെന്നുണ്ട്, പക്ഷെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ചിന്തിക്ക സഹോദരങ്ങളെ. മുൻഗാമികളായ ആളുകൾ ഒരു മയ്യത്ത് ഇങ്ങനെ പോകുമ്പോൾ, ഒരു ജനാസ ഇങ്ങനെ പോവാണ്. അപ്പോൾ മുൻഗാമികൾ പറഞ്ഞൊരു വാക്കുണ്ട്, സലഫുകൾ. എന്താ അറിയോ? നാളത്തെ മയ്യത്തുകൾ ഇന്നൊരു മയ്യത്തിനെ കൊണ്ടുകയാണെന്ന്. നാളത്തെ മയ്യത്തുകൾ, അതാണ് നടന്നു പോണ മനുഷ്യന്മാര്, ജനാസ ചുമലിലേറ്റിയവര്. നാളത്തെ മയ്യത്തുകൾ ഇന്നൊരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുന്നു. അതൊരു വല്ലാത്ത ചിന്തയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിങ്ങനെ തടവിയിട്ട് റസൂൽ പറഞ്ഞു, ലാ തൻതദിരിൽ മസാ. ഈ രാവിലെ ആയാൽ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ രാവിലെ ആകുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിന്റെ പേര് പോലും ചിലപ്പോൾ വിസ്മരിക്കപ്പെടും. നീ മയ്യത്ത് എന്നായിരിക്കും. മയ്യത്തെടുത്തോ മയ്യത്ത് കണ്ടോ, നമ്മളെ പേര് പോലും വിസ്മരിച്ച് മയ്യത്ത് എന്ന വാക്കിലേക്ക് ചുരുങ്ങും. അതുകൊണ്ട് അതിന് കൂടുതൽ സമയമുണ്ടെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. നബി പറഞ്ഞത് അതാണ്. ബുദ്ധിയുള്ളവൻ, ഒരു ദിവസമാണ് ആയുസ് ബാക്കിയെങ്കിൽ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം, മണ്ടന്മാരായി ജീവിക്കരുത്. ആരാണ് ബുദ്ധിയുള്ളവൻ? ഇന്നത്തെ ട്രെൻഡ് അറിഞ്ഞ് മാർക്കറ്റിൽ പൈസ ഇറക്കാൻ കഴിയുന്നവനല്ല. ചുരുങ്ങിയ മുതൽ മുടക്കം കൊണ്ട് കൂടുതൽ ലാഭം തേടുന്നവനാണ്. ലാഭം നേടുന്നവനാണ് ബുദ്ധിമാൻ എന്ന് വിചാരിക്കണ്ട. എന്താ റസൂൽ പറഞ്ഞെന്നറിയോ? റസൂൽ പറയാ, ആരാണ് ബുദ്ധിയുള്ളവൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്.
മരണത്തിന് ശേഷമുള്ളയിടത്തേക്ക്, ആ ലോകത്തേക്ക് മനസ്സിനെ പാകപ്പെടുത്തി അമൽ ചെയ്യാൻ കഴിയണവൻ ആരാ? ഓനാ ബുദ്ധിയുള്ളവൻ. വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാ, ഇച്ഛ മനസ്സിനെ വിട്ടുമാറുന്നില്ല, അങ്ങനെ തന്നെ പോവുകയാണ്, നന്നാകാൻ പറ്റുന്നില്ല. വ തമന്ന അലല്ലാഹിൽ അമാനിയ, അള്ളാഹിനെ പറ്റി വ്യാമോഹം വെച്ചു പുലർത്തുക. അള്ളാഹ് പറയാത്തത് അതൊക്കെ എങ്ങനെയും കഴിച്ചായിക്കോളും, വേറെ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളും, ഏതെങ്കിലുമൊക്കെ ഒരു ഷെയ്ഖിന്റെ മുരീദായാൽ മതി എന്നൊക്കെയുള്ള അള്ളാഹിനെ പറ്റി അള്ളാഹ് പറയാത്ത വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഈ മുഹറം നമുക്ക് നൽകേണ്ട ചിന്ത എന്താണെന്നറിയോ? മണ്ടുള്ളവരും ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുക. ഒരിക്കലേ ഒരു ചക്രവർത്തി, ഒരു നാട് ഭരിക്കുന്ന ഒരു ചക്രവർത്തി മന്ത്രിനോട് പറഞ്ഞു, 4 മണ്ടന്മാരെ പിടിച്ചു കൊണ്ടുവരണം. എന്തിനാണ്? ഓലെ നാട് ആദരിക്കാൻ പോവുക, മണ്ടന്മാരെ ആദരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മന്ത്രിനോട് പറയാണ്, ചക്രവർത്തി പറഞ്ഞു 4 മണ്ടന്മാരെ പിടിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു. മന്ത്രി, ചക്രവർത്തിന്റെ കൽപ്പന, രാജകൽപ്പനയാണ്. മന്ത്രി ഇറങ്ങി, മണ്ടന്മാരെ തിരഞ്ഞിറങ്ങി. ഒരാളെ കണ്ടത്, അയാള് ഒരു കൈതപ്പുറത്ത് പോവാണ്. കൈതപ്പുറത്ത് അയാൾ കയറി ഇരുന്നിട്ടുണ്ട്. കൈതപ്പുറത്ത് അയാൾ ഇരുന്നിട്ടുണ്ട്, അയാളെ തലയിൽ ബാണ്ടുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു, ഇതെന്തിനാണ് ഈ ബാണ്ട് ഇറക്കി കൈതന്റെ മേത്ത് വെച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, കഴുതക്ക് ഇനി അതിൻ്റെ കൂടി ഭാരം വഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവന്റെ തലയിലാണ് ബാണ്ടുള്ളത്, അതിന്റെ ഹൈറ്റാ മേലെ കയറി ഇരിക്കണേ. ഇങ്ങോട്ട് ഇവൻ പറയാണ്, കഴുതക്ക് അതിന്റെ ഭാരം ചുമക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ഒന്നാമത്തെ മണ്ട ഓൻ തന്നെ. പിന്നെയും തെരഞ്ഞിങ്ങനെ നടന്നപ്പോ രണ്ടാമതൊരാളെ കണ്ടു. അവനെ മോതിരം പോയിട്ട് തെരയാണ്, റോട്ടിൽ ലൈറ്റിന്റെ താഴെ തെരയ. ഓനോട് ചോദിച്ചു, എവിടെ പോയത് മോതിരം? മോതിരം പോയത് പെരയിലാണ്. പിന്നെന്താ ഇവിടെ തന്നെ? ഇവിടെ അല്ലേ വെളിച്ചുള്ളൂ എന്ന്, ലൈറ്റിന്റെ താഴെ ഇവിടെ അല്ലേ വെളിച്ചുള്ളൂ എന്ന്. അപ്പോ പോയത് അവിടെയാണ്. ഇത് രണ്ടാമത്തെ മണ്ടൻ. ഈ 2 മണ്ടന്മാരും കൂട്ടി ഈ ചക്രവർത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ചക്രവർത്തി ചോദിച്ചു, 4 ആളെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, എന്നാൽ 2 ആളെ കൊണ്ടുവന്നത്? അപ്പോ മന്ത്രി പറഞ്ഞു, ബാക്കിയുള്ള 2 ആൾക്കാർ നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞ്, ഞാനും നിങ്ങളും എന്ന് പറഞ്ഞ്. അതെന്താന്ന് ചോദിച്ച്, ഞാനൊരു മന്ത്രിയാണ്, നിങ്ങളൊരു ചക്രവർത്തിയാ. നമുക്കിവിടെ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കാണ്ട്, എന്നിട്ട് നമ്മളെല്ലാവരും മണ്ടന്മാരെ തിരഞ്ഞു നടക്കല്ലേ? നമ്മളെക്കാൾ വലിയ മണ്ടന്മാരിഞ്ഞ് വേറെ ആരാ? ഇത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു കഥാപുസ്തകത്തിൽ വായിച്ച കഥ. പക്ഷെ ഈ കഥ നമുക്ക് നൽകുന്നൊരു വലിയ പാഠമുണ്ട്. എന്താണ് നമ്മളെ ഉത്തരവാദിത്തം, നമ്മളെ ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചാൽ നമ്മളെപ്പോലെ മണ്ടം വേറില്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മരണം ഏത് സമയത്തും വരും, ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് വഞ്ചിതരാകണ്ട. പരലോകത്തേക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് എന്ത് ഒരുമിച്ച് കൂട്ടിവെച്ചോ ആ ഒരുമിച്ച് കൂട്ടിവെച്ചവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രധാനമായും നമ്മൾ 4 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് ഓരോരുത്തരും അറിയണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. എൻ്റെ ഉത്തരവാദിത്തം, ലക്ഷ്യം എന്താണെന്ന് അറിയണം. 3, എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മരണത്തിന് മുമ്പ് എന്നെ ചിന്തിച്ച് കണക്ക് കൂട്ടി വെക്കണം. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഞാനിപ്പോൾ എത്ര ബാലൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇത്രയും കൂടി ചെലവാക്കി ബാക്കി എത്ര ഉണ്ടാകും അടുത്ത അങ്ങനെ കണക്കൂട്ട ദുനിയാവിന്റെ കാര്യത്തിൽ. എന്നാൽ ബുദ്ധിയുള്ളവൻ മരണത്തിന് ശേഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കണം. 4ാമത്തെ കാര്യം, ഞാൻ അതിനുവേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്, അതും ആലോചിക്കണം. ഈ 4 കാര്യങ്ങൾ പ്രധാനമായും സഹോദരങ്ങളെ നമ്മളെ മനസ്സിൽ വേണം. ഞാൻ ഓതി വെച്ചത് സൂറത്ത് ഹശ്റിൽ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. ഫൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താ നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് ഓരോരുത്തരും ചിന്തിക്കട്ടെ. വത്തഖുല്ലാ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്. അല്ലാഹ് അറിയാതെ ഒരു കാര്യം, ഒരു രഹസ്യവും പരസ്യവും, ഒരു രാവും പകലും, ഒരു മിനിറ്റും ഒരു നിമിഷവും അല്ലാഹ് അറിയാതെ കഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. അള്ളാഹുവിനെ മറന്നവരെ പോലെ ജീവിക്കരുത്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ ജീവിച്ചാൽ അവനെ തന്നെ മറന്നത്. ഞാൻ എന്നെ തന്നെ മറക്കുക, ഞാൻ വേറൊരാളെ മറന്നെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. ഞാൻ എന്നെ തന്നെ മറക്കാന്ന് പറഞ്ഞാലോ, അള്ളാഹ് പറയാ ഖുർആനിൽ, നമ്മളെ പടച്ച റബ്ബ പറഞ്ഞ ഈ തടി നന്ന, ഈ നഫ്സ് പടച്ച പടച്ചോൻ പറയാ സ്വന്തത്തെ മറന്ന പോലെയാണ് അള്ളാഹനെ മറക്കാന്ന് പറഞ്ഞാൽ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ദുർമാർഗികൾ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, ലാ യസ്തവി, സമമല്ല, അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരേപോലെ എന്ന് വിചാരിക്കേണ്ട. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗക്കാരാരാണോ അവരാണ് രക്ഷപ്പെട്ടവർ. ഈ ആയത്ത് എത്രയോ തവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു,
ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞത്. ആരാ സിദ്ദീഖുൽ അക്ബർ? റസൂലുള്ളാഹിന്റെ കൂടെ റസൂൽ സ്വർഗ്ഗത്ത് കടന്നാൽ പിന്നെ സ്വർഗ്ഗത്ത് കിടക്കുന്ന ആളുകളിൽ ഒന്നാമനാണ് സിദ്ദീഖുൽ അക്ബർ. സ്വർഗ്ഗത്ത് ആണ് എന്ന് റസൂലുള്ള സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞു. എന്താ കാരണം അറിയോ? നാളേക്ക് വേണ്ടി എന്താണെന്ന് ആലോചിക്കുക എന്ന ആയത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി ഇന്നി ലവദിത്തു അൻ അകൂന ഷജറ. അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ ഭൂമിയിൽ ഒരു മരമായിരുന്നെങ്കിലെന്ന്. ഒരു വിത്ത് വീണ് വലുതായി വളർന്നു വന്ന ആളുകൾ വെട്ടിമാറ്റുന്ന പക്ഷികൾ കായ്കനികൾ ഭക്ഷിക്കുന്ന ഒരു മരമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. എന്താ കാരണം? മരത്തിന് ഹിസാബില്ല, മനുഷ്യന് ഹിസാബുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് നടപ്പിൽ വരുത്തുകന്നത്തെ വരിക തന്നെ ചെയ്യും. ശിക്ഷയെക്കുറിച്ചുള്ള ഓരോ ആയത്തുകൾ കേട്ട് കരഞ്ഞ് കരഞ്ഞ് ആ മഹാനവറുകൾ മരണപ്പെട്ടപ്പോ ഉമർ ഖത്താബിന്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ സഹാബികൾ പറയാണ്, ഹത്താനി അസ്വദാനി മിൻ ശിദ്ദത്തിൽ ബുക്കാ. അദ്ദേഹത്തിന്റെ മുഖത്ത് 2 കറുത്ത ചാല് കണ്ടുന. ആ കറുത്ത 2 ചാല് കണ്ണുനീർ ഒഴുകിയിട്ട് ആ കണ്ണുനീർ ഒഴുകിയ ഭാഗത്ത് കറുത്ത 2 ചാല് വീണു പോന്നു. അത്രമാത്രം കരഞ്ഞു നാ മഹാനായ ഉമർ ഖത്താബ് മയ്യത്ത് കുളിപ്പിച്ച സഹാബികൾ പറയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇടക്കിടക്ക് ഖബർസ്ഥാനിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് കബറടക്കപ്പെട്ട ആളുകൾ എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്ന ഭൂമുഖത്തു കൂടി നടന്നവരാണ് ആ കിടക്കുന്നത്. ഖബർ നോക്കി പൊട്ടി കരഞ്ഞ് താടി രോമത്തിലൂടെ വെള്ളം കണ്ണുനീർ ഒഴുകുമായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയണതിന് റസൂലുള്ളാഹി കാണുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയാണ്, അത് നബി കാണുകയാണ്. അപ്പൊ നബി ചോദിച്ചു, ആയിഷ എന്താണ് ഇങ്ങനെ, എന്തു പറ്റി ആയിഷ, നിനക്കെന്താണ്, ശാരീരികമായ വല്ല വേദനയുണ്ടോ, മാനസികമായ വല്ല വേദന, എന്താണ് ഇങ്ങനെ കരയുന്നത്? ഒറ്റയ്ക്കിരുന്ന് കരയാണ് മഹദി, ഭാര്യയാണ്. അപ്പോ ആയിഷ ബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മരണത്തിന് ശേഷമുള്ള അവസ്ഥ ആലോചിച്ച് കരയാണ്, നരകത്തെക്കുറിച്ച് ചിന്തിച്ച് കരയാണ്. എന്നിട്ട് ഹബീബിനോട് ആയിഷ ബീബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ ഈ കുടുംബത്തിനൊക്കെ ഓർമ്മ ഉണ്ടാവുമോ? ഈ കുടുംബത്തിനെ, ഈ ഭാര്യനെ, ഈ കുടുംബത്തെ പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ ഓർക്കുവോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, 3 സന്ദർഭത്തിൽ ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല. ഒരു വാപ്പാക്കും മക്കളെയോ, ഒരു ഭാര്യക്കും ഭർത്താവിനെയോ, ഒരാൾക്കും ഒരാളെയും ആയിഷ 3 സന്ദർഭത്തിൽ ഒരാളും ഒരാളെ ഓർക്കൂല. ഒന്നാമത്തെ സന്ദർഭം എന്താണെന്നറിയോ? നന്മ തിന്മയുടെ തുലാസ് തൂക്കണ സന്ദർഭം. നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന സമയമുണ്ട്. അവിടെ ഒരു തിന്മ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ ഒരാളുണ്ടാവൂല. രണ്ടാമത്തെ രംഗം, ആയിഷ കർമ്മരേഖകൾ കയ്യിൽ കിട്ടുന്ന സമയമാണ്. മനുഷ്യൻ ഒരു ആയുസ് ചെയ്തത് മുഴുവൻ രേഖയാണ്, ചെറുതും വലുതും രേഖയാണ്. അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരാളും ഉണ്ടാവുകയില്ല ഒരാളെ സഹായിക്കാൻ. മൂന്നാമത്തത്, നരകത്തിന് അഭിമുഖമായി സിറാത്തുണ്ടാവും, പാലമുണ്ടാകും. ആ 3ാമത്തെ രംഗത്തും ഒരാളെയും നോക്കുകയില്ല ആയിഷ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു സഹോദരങ്ങളെ, മുഹറം ഒരു പുതിയ വർഷം നാളെ പിറക്കുകയാണ്. അറബി വർഷങ്ങളിലെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആയുസ്സുകൾ ഓരോന്നായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിമാനായി ജീവിക്കുക, ബുദ്ധിയില്ലാത്തവനായി ജീവിക്കാതിരിക്കുക. ഇനി എത്ര ആയുസ് ബാക്കിയുണ്ടെന്ന് അറിയില്ല, അത്രയും കാലം തിരിച്ചറിവോടെ ജീവിക്കുക. എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? 1, അള്ളാഹിനോടുള്ള ബാധ്യതകളിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ? ചിന്തിക്കണം. അള്ളാഹുവിന്റെ ആത്മപരിശോധനയ്ക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. 1, അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ? സൽക്കർമ്മങ്ങൾ എന്ന പേരിൽ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതിരുകൾ ചാടിക്കടന്ന ആത്മസുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നാക്കിലും വാക്കിലും വന്നിട്ടുള്ള പാകപ്പിഴവുകൾ ആലോചിക്കണം. ക്ഷമ ചോദിക്കേണ്ട ഇടപെടലുകൾ, നമ്മളെ ഇടപെടലുകളിൽ ചിലരോടൊക്കെങ്കിലും ക്ഷമ ചോദിക്കേണ്ടതുണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. പിൻവലിക്കേണ്ട ചില പ്രസ്താവനകൾ, നമ്മൾ നടത്തിയ ചില പ്രസ്താവനകൾ അത് പിൻവലിക്കേണ്ടതാണെന്ന് അറിഞ്ഞിട്ടും പിൻവലിക്കാത്ത പ്രസ്താവനകൾ വല്ലതുണ്ടോ? മനഃപൂർവ്വം നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങൾ, ആരെങ്കിലും തകർക്കാൻ എന്തെങ്കിലും വ്യക്തിപരമായ രാഷ്ട്രീയപരമായോ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടോ? നമ്മൾ കൊടുത്തു വീട്ടേണ്ട ഇടപാടുകൾ, അത് ആർക്കെങ്കിലും ബാക്കി നമ്മളെ കയ്യിൽ വല്ലതുണ്ടോ? ചിന്തിക്കണം. നമ്മൾ മുറിച്ചു കളഞ്ഞ കുടുംബ ബന്ധങ്ങൾ, നിസ്സാര ഈഗോക്ക് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. വിളക്കി ചേർക്കേണ്ട ആത്മബന്ധങ്ങൾ ഇനിയും ആയിട്ടില്ല. നമ്മൾ പോണ മുമ്പ്, ഈ ലോകത്ത് നിന്ന് പോണതിന് മുമ്പ് നമ്മൾ വിളക്കി ചേർത്താൽ ചേർക്കാൻ പറ്റിയ ചില ബന്ധങ്ങൾ ഉണ്ടായേക്കാം.
നമ്മളെ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ആ ബന്ധം ചേർക്കാൻ പറ്റില്ല എന്ന് വരും. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ വിളക്കി ചേർക്കേണ്ട വല്ല ബന്ധങ്ങളും ഇനി ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ കർമ്മപുസ്തകങ്ങൾ, അതിൽ തിരുത്തേണ്ട കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളുണ്ടോ? പ്രാർത്ഥിക്കുക, റബ്ബിനോട് തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ചോനെ പിടികൂടല്ല പടച്ചോനെ. ലാ തുആഖിദ്നാ ഇൻ നസീനാ, പലതും ഞാൻ മറന്നുപോയിട്ടുണ്ട് പടച്ചോനെ, അബദ്ധമായി വന്നു പോയിട്ടുണ്ട് പടച്ചോനെ. അതിൻ്റെ പേരിൽ എന്നെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. എനിക്ക് നീ മാപ്പ് കൊണ്ട പടച്ചോനെ, പൊരുത്തപ്പെട്ടുകൊണ്ട പടച്ചോനെ, മാപ്പ് കൊണ്ട പടച്ചോനെ, എനിക്ക് നീ വിട്ടുവീഴ്ച കൊണ്ട പടച്ചോനെ. വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ. നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം പിറന്നാൽ പിന്നെ നഹസാണ് എന്ന് പൊതുവേ നമുക്കിടയിൽ ഒരു ധാരണയുണ്ട്. നഹസ് എന്ന് പറഞ്ഞാൽ അപശകുനമാണ്. അതുകൊണ്ട് മുഹറത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പാടില്ല. അങ്ങനെ പൊതുവെ ഒരു തെറ്റായ ധാരണ നമ്മളൊക്കെ സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, മതത്തിൽ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കലും നബിയോ സഹാബത്തോ മുഹറമിനെ ഒരു നഹസിന്റെ മാസമായിട്ട് കണ്ടിട്ടില്ല. അവരാരും പഠിപ്പിച്ചിട്ടില്ല. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ ഖുതുബ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഷഹ്റുല്ലാഹിൽ മുഹറം. നബി പറഞ്ഞതാ മുഹറമിനെ പറ്റി, അള്ളാന്റെ പവിത്രമായ മാസം ഷഹ്റുല്ലാഹിൽ മുഹറം. അങ്ങനെ ആ പവിത്രമായ മാസം ഒരു ശകുനം കെട്ട ഒരു ദുശകുനുള്ള മാസാക്കാൻ പറ്റുമോ? അത് ആരോട് കാണിക്കണ വഞ്ചന, ആ വിശ്വാസം വെച്ചു പുലർത്തൽ ആരോട് കാണിക്കുന്ന വഞ്ചനയാണ് നമ്മൾ ആലോചിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. നല്ല കാര്യങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസങ്ങളാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക, സ്വതക്കകൾ ചെയ്യുക, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നല്ല കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ലൊരു ജീവിതം തുടങ്ങുക. ഇതിനൊക്കെയും നമുക്ക് മുഹറം സാധ്യമാകണം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം. മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഖർബത്ത് ശംസുഹു നകസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഞാൻ മാ നദിംതു അലാ ഷൈഇൻ നദമി, ഞാൻ ഇത്രമാത്രം ദുഃഖിച്ച വേറൊരു കാര്യമില്ല. എന്താ ദുഃഖം? സൂര്യൻ ഉദിച്ച ഒരു ദിവസം കർമ്മങ്ങൾ വർദ്ധിക്കാത്ത കൂടുതൽ എന്തെങ്കിലും ചെയ്യാത്ത രൂപത്തിൽ ഒരു ദിവസം അസ്തമിച്ചു പോകുന്നതിനോളം, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നതിനോളം എനിക്ക് സങ്കടമുള്ള വേറൊരു കാര്യമില്ല എന്ന്. കർമ്മം കൂടാതെ ആയുസ് കുറയാ. ഇന്നലെ കഴിഞ്ഞു ആയുസ് കുറയാണ്, ഇന്ന് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ആയുസ് കുറയാണ്. ഒരു കർമ്മം കൂടാതെ ആയുസ് കുറയുന്നതിനോളം സങ്കടമുള്ള കാര്യം വേറെ ഇല്ല എന്നാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, 2ാം ഉമറാണ്, അദ്ദേഹം പറയാണ് അന്ന ലൈല വൻ നഹാറ അമലാനി ഫിക്. രാവും പകലും നിനക്ക് വേണ്ടി അമൽ ചെയ്യുന്നുണ്ട്. രാവും പകലും നിനക്ക് വേണ്ടി അമൽ ചെയ്യുന്നു, നമുക്ക് വേണ്ടി, നമ്മോടാ പറയണത്. ഫഅമൽ ഫീഹിമ, അതുകൊണ്ട് നിനക്ക് വേണ്ടി രാവും പകലും പണിയെടുക്കുമ്പോൾ നീ നിനക്ക് വേണ്ടി ചില അമൽ ചെയ്യണം. യബ്ന ആദം, ആദമിന്റെ മകനെ, ഇന്നമാ അൻത അയ്യാം, നീ എന്ന് പറഞ്ഞാൽ ഏതാനും ദിനങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് രാവും പകലും നിനക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ആ രാവിലും പകലും നീ നിനക്ക് വേണ്ടി അമലുകൾ വർദ്ധിപ്പിക്കണം, നന്മകൾ ചെയ്യുക. ഓരോ ദിവസവും ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്ക് സ്നേഹസ്പർശം എന്ന പാവപ്പെട്ടവരെ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ, ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തണലേകാൻ, ഒരു കൈത്താങ്ങ് എന്ന പേരിൽ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലേക്കുള്ളൊരു കലക്ഷനാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ പള്ളി നടക്കുന്നത്. നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ അതിലേക്ക് നൽകുക, നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാകില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഉമ്മയുടെ നേരെ ജ്യേഷ്ഠത്തിയുടെ മകൻ ഇന്നലെ മരണപ്പെട്ടു. മറ്റൊരു ഉമ്മയുടെ ആങ്ങളയുടെ മകൻ 54 വയസ്സുള്ള അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗത്താൽ ഒരുപാട് ദിവസങ്ങളായി ആശുപത്രികളിലാണ്.
ഒരുപാട് ദിവസങ്ങളെ ആശുപത്രി, അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതൊക്കെ ഇന്നലെ മരണപ്പെട്ട എൻ്റെ മൂത്തമ്മയുടെ മകനാണ്. അതിനൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അദ്ദേഹത്തെ കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോകലും കൊണ്ടുവരലൊക്കെ അതാണ്. അദ്ദേഹം പറയാറുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ എണ്ണപ്പെട്ട നാളുകളെക്കുറിച്ചൊക്കെയാണ്. ഓരോ അസുഖങ്ങൾ കൂടുതൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാറ്, കൊണ്ടുപോകുമ്പോഴും വരുമ്പോഴൊക്കെ സംസാരിക്കുക, ഇദ്ദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന എൻ്റെ ഉമ്മയുടെ ആങ്ങളയുടെ ഒരു മകൻ്റെ രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുക. അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിൽ ഗുരുതരമായി പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാവിലെ മരിച്ചു. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് ഇന്നലെ 8 മണിക്കാണ് മയ്യത്ത് കബറടക്കിയത്. നമ്മൾ ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു രോഗിയായ മറ്റ് ഒരു സഹോദരന്റെ കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പേ ഞാൻ പോകേണ്ടി വരുമെന്ന് പോലും എൻ്റെ ആ ജ്യേഷ്ഠ സഹോദരൻ ചിന്തിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏത് സമയത്തും റബ്ബിൻ്റെ ഒരു വിളി കാത്തിരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള കാലം അത്രയും നമ്മുടെ ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആ വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുന്നവരുണ്ട്. നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങേയറ്റം സാമ്പത്തികമായൊക്കെ സഹായിക്കുന്ന ഇടവേള അബ്ദുൽ അസീസ് സാഹിബ് സിയാങ്കണ്ട കൂവലുമൂലയിൽ അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. എല്ലാ ദിവസവും ഒരു ജമാഅത്തും ഒഴിവാക്കാത്ത അദ്ദേഹം സുബഹി കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വാഹനം വന്ന് തട്ടിയിട്ട് നിർത്താതെ പോയി. അദ്ദേഹം ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇന്ന് 1 സർജറികൾ അദ്ദേഹത്തിന് നടക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രോഗശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, റോഡപകടങ്ങളിൽ നിന്നും, മറ്റപകടങ്ങളിൽ നിന്നും, അത്യാപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ النار اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.